CCTV നമ്മളും ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പോയി. കുറച്ച് പേരൊക്കെ നമ്മൾക്ക് കാണുമ്പോൾ സംശയം തോന്നുന്നുണ്ട്. നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ റൂമിലേക്കൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ സത്യത്തിൽ ഭയങ്കര വിഷമത്തിലാണ് ഇരിക്കുന്നത്. അത് ആ ഒരു സാധനം ചിലരൊക്കെ വിചാരിക്കും സ്വർണത്തിന്റെ മൂല്യം കൊണ്ടാണ് നമ്മൾക്ക് ഇത്ര ഇത്. പക്ഷെ അതിനേക്കാളും നമ്മൾ ആ ഒരു വില എന്നതിനേക്കാളും നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇപ്പൊ കേട്ടോ, അത് ആൾക്ക് വേറെ എടുത്തിട്ടൊന്നും അല്ല, ആൾക്കൊരു വിഷമം ഉണ്ടെന്ന് പോകാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വേദനയൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോ കണ്ടല്ലോ, ഞാൻ ആ കുട്ടിയെ കണ്ടല്ലോ. അപ്പം ആ കുഞ്ഞിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. എങ്ങനെ കഴിയുന്നത് ഇതൊക്കെ ചെയ്യാൻ എന്താണെന്നല്ലേ നിങ്ങളിത് കേട്ടു നോക്കും. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം എങ്ങനെ കഴിയുന്നു? ഒരു കുഞ്ഞ് അതിന് സ്വന്തമായിട്ട് എണീറ്റ് നടക്കാനോ ഒന്നിനും ഉള്ള ഒരു കഴിവില്ലാത്തൊരു ഒരു കുട്ടി. ആ കുട്ടിയെ ഒരു കുറവുമില്ലാതെ നോക്കുന്ന ഒരമ്മ. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വീൽ ചെയറിൽ ഇരുത്തിയിട്ട് അങ്ങനെ പോവാന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈം അങ്ങനെയാണ് പോയത്. രണ്ടാമത് പോയപ്പോൾ പിന്നെ അവിടെ ചെല്ലുമ്പോൾ മരുന്ന് ആദ്യം കൊടുക്കണമായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഒരു ഡോസ് മരുന്ന് ടാബ്ലറ്റ് ഇവിടുന്ന് കൊടുത്തിട്ട് പോയി. ഇതിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ അറിയാത്തവരുണ്ടാവാം. കണ്ണൻ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. ആ കുഞ്ഞിനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ആ കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് ഞാൻ അവനെ ഒരു വീഡിയോക്കകത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവൻ്റെ അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ഒരു ചെറിയൊരു ഇത് മാത്രം കാണിക്കാം. അല്ലാതെ എനിക്ക് അതിനോട് തീരെ ഒരു താല്പര്യമില്ല ആ കുട്ടി അങ്ങനെ കാണിക്കുന്നത്. പക്ഷെ ചെറിയൊരു തലവേദനയിലൊക്കെ ഒതുങ്ങി നിൽക്കാണ് കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ മുതൽക്ക് വയറുവേദന എടുക്കുന്നുണ്ടമ്മേ, തലവേദന എടുക്കുന്നുണ്ടമ്മേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാനത് വലിയ മൈൻഡാക്കാണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അത് ആൾക്ക് വയറുവേദന എടുത്തിട്ടൊന്നും അല്ല, ആൾക്കൊരു വിഷമം ഉണ്ടെന്ന് പോകാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വേദനയൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ കണ്ടല്ലോ, ഞാൻ ആ കുട്ടിയെ കണ്ടല്ലോ. അപ്പം ആ കുഞ്ഞിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇത്രയും ക്രൂരമായ മനുഷ്യന്മാർ നമുക്കിടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ലേ. ആ കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം സംഭവിച്ച കാര്യമാണ് ആ അമ്മ പറയുകയാണ്. അത് ഉറങ്ങി ഏകദേശം ഉറക്കമായി എന്ന് കണ്ടപ്പോഴാണ് നമ്മളെടുത്ത് വീൽ ചെയറിൽ കയറുന്നത്. പക്ഷെ വീൽ ചെയറിൽ കയറി എനക്ക് കൊണ്ട് പേടി, ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാനാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ള പേടി കൊണ്ട് അവൻ വീൽ ചെയറിൽ ഇരുത്തിയപ്പോൾ തന്നെ എണീക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ അപ്പൊ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു നഴ്സ് നമ്മളെ കൂടെ വന്ന് വീൽ ചെയർ ഉണ്ടെന്ന ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് മറ്റേ പെഡിക്ലോറിൻ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു സിറപ്പ്, അപ്പൊ അത് കൊടുക്കാം, അപ്പൊ ഒന്നും കൂടെ ഉറങ്ങിക്കോളെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് അത് എടുത്തു തരാനൊക്കെ ആയിരിക്കണം നഴ്സ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഒരു 9:15 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ എത്തിയപ്പോൾ ഒരു 10:45 അടുത്തായിട്ടുണ്ടായിരുന്നു. റൂമിൽ തിരിച്ചെത്തിയപ്പോൾ നമുക്ക് CT സ്കാൻ എടുക്കാനൊക്കെ പറ്റി. ഉറങ്ങിയില്ലെങ്കിൽ പോലും അനങ്ങാതെ ആ മയക്കത്തിൽ അനങ്ങാതെ കിടന്നപ്പോൾ നമുക്ക് CT സ്കാൻ എടുക്കാനായിട്ട് പറ്റി. അങ്ങനെ നമ്മളൊരു 11 മണിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നല്ലപോലെ അവന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കണ്ണടഞ്ഞു പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നെബുലൈസ് ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു. നെബുലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർമാരും പറഞ്ഞു വേഗം കിടന്നവന് ഉറക്കം നല്ലോണം വരുന്നുണ്ട്, അപ്പോൾ ഡിസ്റ്റർബ് ആവേണ്ട, വേഗം കിടന്ന ലൈറ്റൊക്കെ ഓഫാക്കി കിടന്നു. ഞങ്ങൾ 11 മണിക്ക് ഞങ്ങൾ കിടന്നു. കിടന്നിട്ട് രാവിലെ 24-ാം തീയതി രാവിലെ അവൻ എണീക്കാനായിട്ട് ഒരുപാട് വൈകിട്ടുണ്ടായി. കാരണം ഇത്രയധികം മരുന്ന് കൊടുത്ത് ഉറക്കാനായിട്ട് കിടത്തിയതല്ലേ, അപ്പോൾ എണീക്കാനായിട്ട് ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ 11 മണിക്ക് ഡോക്ടർ റൗണ്ട്സിനൊക്കെ വന്നിട്ടും എണീറ്റിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വിളിച്ച് എണീപ്പിക്കേണ്ട, അവൻ നല്ലപോലെ ഉറക്കത്തിൽ നിന്ന് ഉണരട്ടെ, ഉണർന്നിട്ട് ഫുഡൊക്കെ കൊടുത്താൽ മതി, ആ മയക്കത്തിലൊന്നും ഫുഡ് കൊടുക്കരുത്, നമുക്ക് ട്രിപ്പ് ഇടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുതൽക്കാൻ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, നല്ല ഉറക്കമായിരുന്നു. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഏകദേശം ഞാൻ എണീറ്റപ്പോൾ ഞാൻ സാധാരണ പോലെ പല്ലൊക്കെ തേപ്പിച്ച് മേലൊക്കെ തുടച്ച് ഫുഡ് കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കി മേൽ തുടച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മാല ഇട്ട് കൊടുക്കാം. ഇന്നലെ ഊരി വെച്ചതല്ലേ, ഊരി വെച്ചപ്പോൾ തന്നെ ഒരുപാട് ബഹളം കഴിഞ്ഞിട്ടാണ് ഊരി വെച്ചത്. നിങ്ങൾക്ക് അറിയാം, അവന് അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ട കാര്യങ്ങളാണ്. കാണാതെ ഒളിപ്പിച്ച് ചേട്ടനെ ഉരുണത് കാരണം ചേട്ടനെ കുറെ അതൊക്കെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അവൻ്റെ കയ്യിൽ ഞാൻ കുറെ നേരം ആ മാല പിടിച്ചു വെച്ചിരുന്നു. ആർക്കും കൊടുക്കുന്നില്ല ചേട്ടാ, മോൻ്റെ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവൻ്റെ കയ്യിൽ കുറെ നേരം മാല പിടിച്ചു വെച്ചിരുന്നു. പിന്നെ അവൻ കാണാതെ പുറകിക്കൂടെയൊക്കെയാണ് ഞാൻ ചേട്ടൻ്റെ കയ്യിൽ ഇത് കൊടുക്കുന്നത്, കാരണം അവൻ അത്രയും പ്രിയപ്പെട്ട സാധനങ്ങളാണ് അതൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോഴും ആളുകൾ ചിലപ്പോൾ വന്ന് പറയും എന്തിനാണ് വയ്യാത്ത കുഞ്ഞിന് ഇത്രയും ഇപ്പോൾ അത്യാവശ്യം തൂക്കണ്ട്, എല്ലാം കൂടി 3 ലോക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ എല്ലാം കൂടി 3 പവനോളൊക്കെ ഉണ്ട്, അപ്പോൾ ഇത്രയും വയ്യാത്തൊരു കുഞ്ഞിന് എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ഇട്ട് ആർഭാടം കാണിക്കാനാണോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ ചോദിച്ചോട്ടെ, നമുക്ക് നമ്മുടെ മനസ്സാക്ഷി അല്ലേ. എനിക്ക് കല്യാണിക്ക് ഒരു കുഞ്ഞു കമ്മൽ പോലും ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കില്ല, എനിക്കത് പേടി, അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നതാ. കണ്ണെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലാണ്, ഏത് നിമിഷവും എൻ്റെ കയ്യിലാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ കൺവെട്ടത്താണ് അവൻ എടുക്കുന്നത്. ഇപ്പോൾ ഈ അമ്മ പറയുന്നതിൽ നിന്ന് ഏതാണ്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ആ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇനി ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, മനസ്സാക്ഷിയുള്ള മനുഷ്യത്വമുള്ള മനസ്സുള്ള നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. ആ കുട്ടിയുടെ ഒരു അവസ്ഥ സ്വന്തമായിട്ട് സ്വന്തം കാര്യം ഒന്നും നോക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു കൊച്ചു കുഞ്ഞാണത്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് ഈ അമ്മയാണ്. അഥവാ ഈ അമ്മയുടെ കയ്യിൽ തന്നെയാണ് ആ കുട്ടി എപ്പോഴും കാണുക. അല്ലെങ്കിൽ അമ്മ കാണുന്ന ചുറ്റുവട്ടത്തിലും ഒക്കെയാണ് ഇപ്പോഴും ആ അമ്മ നോക്കുന്ന, അവിടെ ഇരിക്കുന്ന കണ്ണനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം സ്നേഹിച്ച് അവനെ പരിപാലിച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അച്ഛനും അമ്മയും നല്ലൊരു ഫാമിലി.
ഈ കുട്ടിയെ കാണുന്ന ഏതൊരു മനുഷ്യനാണെങ്കിലും അതിനോട് ഒരു എന്താണ് ഒരു വാത്സല്യവും സ്നേഹവും തോന്നും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് പറയും. അങ്ങനെ ആയിരിക്കുമല്ലോ. എന്നാൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പം പിന്നെ ഈ ഗോൾഡിൻ്റെ വില കൂടി വരുന്നു. ആൾക്കാർക്കാണെങ്കിൽ ഈ എന്താ പറയുക, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഏതൊക്കെ വഴി കൂടെ വേണമെങ്കിലും പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് അതിന് ആ രോഗിയാണോ, മരണപ്പെട്ട ശവശരീരമാണോ, അല്ലെങ്കിൽ കുഞ്ഞാണോ, വലുതാണോ, വൃദ്ധനാണോ, ബാലനാണോ എന്നൊന്നും ഒരു ചിന്തയില്ലല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗോൾഡ് അവിടെ നിന്ന് ഈ എന്താ പറയുക, ഏതോ തന്തയില്ലാത്ത നാറികൾ കൊണ്ടുപോയി. ഇതിൻ്റെ അപ്പുറം പറയാൻ എനിക്ക് കഴിയാത്തതല്ല. പക്ഷേ ഞാൻ ഇടയ്ക്ക് നോക്കുന്നത് അവനെയാണ്. അങ്ങനെ ചെറുതായിട്ട് ഉറങ്ങി പോകുന്നുണ്ട് ക്ഷീണം കാരണം. ഈ വീഡിയോയിൽ എന്തായാലും അവനെ കൊണ്ടിരിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും അവൻ്റെ നല്ല കാര്യം അവൻ അറിഞ്ഞ് വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ 11 മണി നേരത്ത് ഞാൻ ഇതിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതിൽ കാണുന്നില്ല. എൻ്റെ പാദസരം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണ് പാദസരം വെച്ചത്, ചേട്ടനാണ് മാല വെച്ചത്. അപ്പോൾ ചേട്ടൻ കാണാണ്ടൊക്കെ വേഗം വെച്ചത് എടുക്കൽ പേഴ്സ് തുറന്ന് അങ്ങനെ ഇട്ടു. അത് ഏത് കള്ളിയിലേക്കാണെന്ന് ചേട്ടൻ ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പാദസരത്തിനോടൊപ്പം തന്നെ വെക്കാനാ. ദൈവാനുഗ്രഹം കൊണ്ട് അത് വേറെ കള്ളിയിലായിരുന്നു തോന്നുന്നു വീണ് പോയത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ സാധനത്തിലില്ല. അപ്പോൾ ഞങ്ങൾ അപ്പോഴും ഇത് മോഷണം എന്നൊന്നും വിചാരിച്ചില്ല. ഞാൻ ബാഗിൽ അങ്ങനെ വീണ് എടുക്കുന്നുണ്ടാവുന്ന വെച്ചിട്ട് ഞങ്ങൾ ഹാൻഡ് ബാഗ് ഫുള്ള് ചെക്ക് ചെയ്തു. ഞങ്ങളെ കൊണ്ടുപോയ ബാഗുകളും റൂമും ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ നഴ്സിംഗ് സ്റ്റേഷനിൽ അറിയിച്ചു, ഇങ്ങനെ സാധനം മോഷണം പോയിട്ടുണ്ടെന്നുള്ളത് അറിയിച്ചു. അപ്പോൾ തന്നെ നമുക്ക് എന്തായാലും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം. അപ്പോൾ തന്നെ പോലീസിൽ നേരെ പോയി കംപ്ലൈന്റ് കൊടുത്താൽ ഞാൻ ഹോസ്പിറ്റലിൽ കൈമലർക്കും, ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ ആദ്യം ഞാൻ പോയിട്ട് നമ്മുടെ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ആദ്യം തന്നെ ഞാൻ പോയിട്ട് പരാതി കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഡയറക്ടർക്കും ഒരു പരാതി വെച്ചിട്ടുണ്ടായിരുന്നു, CCTV ചെക്ക്. അതൊക്കെ നമ്മൾ ഈ പോലീസ് കേസൊക്കെ ആക്കിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നേരെ ചേട്ടനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയിട്ട് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തു. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞത് പ്രകാരം നമ്മളോട് പോയി CCTV ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയി CCTV ചെക്ക് ചെയ്തു. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ സംശയാസ്പദമായുള്ള ആളുകളൊക്കെ നമ്മുടെ റൂമിലേക്ക് കയറുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിലത്തെ വിഷ്വൽസ് ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 1-2 പേരെയൊക്കെ സംശയവും തോന്നി. അതൊക്കെ നമ്മൾ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ പോലീസുകാർ അന്ന് വന്നില്ല കേട്ടോ. ഈ 24-ാം തീയതി സംഭവം നമ്മൾ വിളിച്ചിട്ട് നമ്മളെ ഫോണിൽ മാത്രമേ കോൺടാക്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ നൈറ്റ് ആയപ്പോഴും ജസ്റ്റ് ഒന്ന് പറഞ്ഞു, നിങ്ങളിപ്പോൾ വരാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് ഒക്കെ ആണെങ്കിലും ഉണ്ടാവുമല്ലോ ഇവിടെ എന്നുള്ളതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പിന്നെ വന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഒരു ഉച്ചയൊക്കെ അടുക്കാറായപ്പോൾ അവർ വന്നു. CCTV നമ്മളും ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പോയി. കുറച്ച് പേരൊക്കെ നമുക്ക് കാണുമ്പോൾ സംശയം തോന്നുന്നുണ്ട്. നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ റൂമിലേക്കൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ സത്യത്തിൽ ഭയങ്കര വിഷമത്തിലാണ് ഇരിക്കുന്നത്. അത് ആ ഒരു സാധനം ചിലരൊക്കെ വിചാരിക്കും സ്വർണത്തിന്റെ മൂല്യം കൊണ്ടാണ് നമ്മൾക്ക് ഇത്ര ഇതൊന്നും. പക്ഷെ അതിനേക്കാളും നമ്മൾ ആ ഒരു വില എന്നതിനേക്കാളും നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇപ്പൊ കണ്ണൻകുട്ടിക്ക് ആ മാല ആയിരുന്നില്ല, വേറൊരു മണിമാലയായിരുന്നു അവൻ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ആ കൊച്ചു കുഞ്ഞിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ, ചിലപ്പോൾ ഇപ്പം എനിക്ക് 2 കുട്ടികളുള്ളതാണ്, നിങ്ങൾക്ക് കുട്ടികളുള്ളവർക്ക് അറിയാം, ചില സാധനങ്ങളോട് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. ആ സാധനം ബാക്കിയുള്ള അതിനെക്കാട്ടിലും വാല്യൂ ഉള്ളൊരു സാധനം കൊടുത്താൽ പോലും ഇതിനോടുള്ളൊരു താല്പര്യം കുറയത്തില്ല. ഇത് തന്നെ വേണം, മറ്റെന്ത് പോയാലും കുഴപ്പമില്ല, ഏറ്റവും വില കൂടി സാധനം ഒന്നും വേണ്ട, പക്ഷേ ഇത് വേണം. അതങ്ങനെയാണ് കൊച്ചുകുട്ടികളുടെ സംഭവം. അപ്പം ആ കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സാധനം അതിൻ്റെ റൂമിലേക്ക് തന്നെ വന്ന് ആരോ മോഷണം നടത്തിക്കൊണ്ട് പോയി എന്നുള്ള കാര്യമാണ്. ഇതിനകത്ത് ഇവരത് പത്രത്തിലൊക്കെ ഇതിൻ്റെ ന്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അത് കാണിച്ചു തരാം. ഇതാണ് പത്രത്തിൽ വന്ന ന്യൂസ്. ഇതാണ്: ആശുപത്രി പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആഭരണങ്ങൾ കവർന്നു. തൃശ്ശൂർ ചികിത്സയ്ക്കായി ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സെറിബ്രൽ പാൾസി കുട്ടിയുടെ അസുഖത്തിൻ്റെ അവസ്ഥ ഇതാണ്. സെറിബ്രൽ പാൾസി കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ അടുത്ത് തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ചാനലിൽ സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ നമ്മൾ പൊതുവിൽ കേട്ടിട്ടുണ്ട്. അപ്പം സെറിബ്രൽ പാൾസി ബാധിതനായ കുട്ടിയുടെ 3.5 പവനോളം ഉള്ള സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഇരിങ്ങാലക്കുട തുമ്പൂർ കാളക്കാടൻ വീട്ടിൽ അനിൽ സ്വാതി ദമ്പതികളുടെ മകനായ 11 വയസ്സുള്ള കുട്ടിയാണത്. 11 വയസ്സുകാരൻ്റെ 2.5 പവൻ്റെ മാലയും 2 ലോക്കറ്റും 1 ഏലസും ഉൾപ്പെടെ 3.5 പവൻ വരുന്ന ആഭരണങ്ങളാണ് കവർന്നത്. ശ്വാസതടസ്സം മൂലം ആശുപത്രിയിൽ കഴിഞ്ഞ 21-നാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 23-ന് രാത്രി 9:20-ന് കുഞ്ഞിനെ സമീപത്തെ ബ്ലോക്കിലേക്ക് CT സ്കാൻ ചെയ്യുന്നതിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ആഭരണങ്ങൾ റൂമിൽ ഊരി വെച്ചിരുന്നു. പേഴ്സിൽ വെച്ച് മറ്റൊരു ബാഗിലാണ് ആഭരണങ്ങൾ സൂക്ഷിച്ചത്. രാത്രി 11-ന് ശേഷമാണ് റൂമിൽ തിരിച്ചെത്തിയത്. പിറ്റേന്ന് രാവിലെ കുഞ്ഞിനെ ധരിപ്പിക്കാൻ ആഭരണങ്ങൾ തിരഞ്ഞപ്പോഴാണ് നഷ്ടപ്പെട്ടതായി അറിഞ്ഞത്. ഉടൻ ജൂബിലി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലും ഈസ്റ്റ് പോലീസിലും പരാതി നൽകി. CCTV ദൃശ്യങ്ങളിൽ നിന്ന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. സംശയമുള്ളയാളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഒരാളെ സംശയമുണ്ട്, അയാളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇങ്ങനെയും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്.
അതായത് ഒരാളുടെ അവസ്ഥയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അവർക്ക് അതിൽ നിന്നും എന്ത് നേട്ടം ഉണ്ടാക്കാം, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഓരോ തവണ ആശുപത്രി കയറുമ്പോൾ തന്നെ എന്തൊരു ചിലവാണ്. അതിനിടയിൽ ഇങ്ങനൊരു കാര്യം, കണ്ണൻ മോനെ കണ്ടാൽ ഇതൊക്കെ എടുക്കാൻ തോന്നുമോ? അത് കറക്റ്റ് ചോദ്യം. ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും തോന്നുകൂടെ അതിൻ്റെ ഒരു സംഭവം എടുക്കാൻ വേണ്ടിയിട്ട്? ആരായാലും തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് വരട്ടെ. ഇനി കുറച്ച് ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട്, എന്തിനാ ഈ വയ്യാത്ത കുട്ടിക്കൊക്കെ? നിങ്ങൾ ഈ വയ്യായിക എന്നൊക്കെ നമ്മൾ പുറത്തു നിന്നുള്ള ആൾക്കാർക്കാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ജനിച്ച് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് അതിൻ്റെ ഒക്കത്ത് അതിനെ കൊണ്ടു നടക്കുന്ന അമ്മയെ സംബന്ധിച്ചോളം അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണത്തില്ലേ? അതുപോലെ തന്നെ 11 വയസ്സുള്ള കുട്ടിയാണെങ്കിലും അതിൻ്റെ ശാരീരിക വളർച്ചയോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ അതനുസരിച്ച് വന്നിട്ടില്ലെങ്കിലും ആ കുട്ടിയുടെ ഉള്ളിനും കുറേ കാര്യങ്ങളോട് താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ? അപ്പോൾ അതിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അതിനും ഉണ്ടാവത്തില്ലേ? അതിനെ കുറ്റപ്പെടുത്താനൊന്നും ആരും നിൽക്കരുത് ദൈവീയത്. ഞാൻ നമ്മളെ കാണുന്ന ആൾക്കാർ, നമ്മുടെ ചാനൽ കാണുന്നൊരു പറയത്തില്ല, ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും മേ ബി പുറത്തുള്ളവർ. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സ്വർണ്ണം ഇട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഊരി വെച്ച് പേഴ്സിൽ വെച്ച്. പക്ഷേ ഹോസ്പിറ്റലിലെ സംഭവം പല ഹോസ്പിറ്റൽ സേഫ് അല്ല എന്നുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. ശരിയാണ്. കുഞ്ഞിന് മാല എന്നല്ല, ഒരു സ്വർണ്ണം ഇട്ട് കൊടുക്കരുത്, മോൻ്റെ നന്മയ്ക്കാണ്, നല്ലത് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. CCTV നോക്കി ആളെ കണ്ടുപിടിക്കാനും തിരിച്ചു കിട്ടാൻ പോലീസിൻ്റെ ഫോഴ്സ് ചെയ്യുകയും വേണം. അതിന് സ്വാധീനമുള്ള ആരെ കൊണ്ട് പറയിപ്പിക്കണം. എൻ്റെ ദൈവമേ, എടുത്തുള്ളവർക്ക് മനസ്സ് തോന്നി തിരികെ കൊടുക്കണേ. അതെങ്കിലും നാറുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീയൊക്കെ ഇതുകൊണ്ട് ഒന്നും രക്ഷപ്പെടത്തില്ല കേട്ടോ. സീരിയസ്ലി ഞാൻ പറയാം. അതുകൊണ്ട് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിൽ ഈ ജന്മം നിങ്ങൾക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. അതിനെക്കാട്ടിൽ അതങ്ങ് കൊടുത്തേര്. അതൊരു വല്ലാത്തൊരു സംഭവമാണ്. നിങ്ങളത് സൂക്ഷിക്കുന്ന ആരാണെങ്കിലും അങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ. ഈ കുഞ്ഞിൻ്റെ ഗോൾഡ് എടുക്കാൻ കാണിച്ച് ആരായാലും മനുഷ്യകുലത്തിലുള്ള ആളല്ല, മൃഗമാണെന്നേ പറയട്ടെ. മൃഗങ്ങളെ പറയരുത്. മൃഗങ്ങളിൽ പെട്ടാണ് പട്ടി, പൂച്ച, ഇതൊക്കെ പലതുമുണ്ട്. അവരൊക്കെ എന്തുമാത്രം ലോയലാണ്. മൃഗങ്ങളുമായിട്ടൊന്നും കമ്പാരിസൺ നടത്താൻ പറ്റത്തില്ല. ഇത് മനുഷ്യമൃഗമാണ് ആ സംഭവം. ഗതി പിടിക്കില്ല ഇതുപോലെ ഒരു കുട്ടിയുടെ മുതലെടുക്കാൻ കാണിച്ച ആ ചെകുത്താൻ ആരാണെങ്കിലും. ചെകുത്താനാണോ ചെകുത്താത്തിയാണോ ഏത് സഹായം ചെയ്തതിൽ ഉപദ്രവിക്കുക, പ്രാർത്ഥിക്കാൻ തിരിച്ചു കിട്ടും. ഇത് ആരെടുത്താലും അവർക്കൊരു, പിന്നെ അതുപോലെ തന്നെ പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് അന്വേഷിച്ചാൽ ഈ സംഭവങ്ങളൊക്കെ ഈസി ആയിട്ട് പറ്റും. കാരണം കേരള പോലീസിനെ കുറിച്ച് പലരും പല സമയങ്ങളിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. കേരള പോലീസിന് കഴിവില്ല എന്നൊരു കാര്യം കേരള പോലീസിനെ കുറിച്ച് ആര് പറഞ്ഞാലും ഞാൻ പറയത്തില്ല. കഴിവ് ഇത്രത്തോളം ഉള്ള ആൾക്കാരാണ്. പലതരത്തിലുള്ള പൊളിറ്റിക്കൽ സൈഡിൽ നിന്നും മറ്റുള്ള പല സംഭവങ്ങൾ, കാരണങ്ങൾ, പല കാര്യങ്ങൾക്ക് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന സമയത്ത് നിന്ന് ചിലപ്പോൾ പുറകോട്ട് അവരെ കൊണ്ടുപോകാറുണ്ടതിനപ്പുറം കേരള പോലീസിനൊന്നും ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. അതുകൊണ്ട് പോലീസിൻ്റെ ഊർജിതമായ ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ വിത്തിൻ ഡേയ്സ് ഈ സാധനം ആ കുട്ടിയുടെ കയ്യിൽ തിരിച്ചെത്തും. എനിക്ക് ഉറപ്പാണ്. ഇടിച്ച് പിഴിഞ്ഞ് അവർ പിടിച്ചു കൊണ്ടുവരും. അത്രയേ ഉള്ളൂ. എന്തായാലും അത് കിട്ടട്ടെ. ഞാനും ആത്മാർത്ഥമായിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത്, കിട്ടട്ടെ. കുട്ടിയുടെ സന്തോഷം, അത് കളിയും തമാശയൊക്കെ തിരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ളൊരു നിരാശയും വിഷമമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ ഒരു വിഷമമൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് സംഭവിച്ചാൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമ്പോസ് ചെയ്യപ്പെടുത്ത അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.